ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. കാര്യം എല്ലാവരുടെയും വിചാരമുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാകുന്നൊരു പരിപാടിയാണ്. ഓക്കെ, പക്ഷെ ഇത് എളുപ്പമല്ല. കാര്യം നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്നൊരു കമ്പി ഉണ്ട്, നമ്മളെ ഈ കൺസ്ട്രക്ഷൻ്റെ കമ്പി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ TMT കമ്പി. ആ കമ്പി എടുത്ത് വന്നിട്ട് നന്നായി കേകി ഞങ്ങളുടെ കയ്യിൽ. ഞാൻ UK വന്ന് ഒരു 40 പൗണ്ട് കൊണ്ടിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ബർമിംഗ്ഹാമിൽ കോവൻട്രി സ്മോൾ ഹീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടെ നമ്മളിന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് കുറച്ച് പേര് കൂടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോയും ഇത് തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓണേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ആണ്. അവർ സ്റ്റിൽ ഇപ്പോൾ PSWയിലാണ്. അപ്പോൾ അവരോട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, പേരെങ്ങനെയാണ്? ഷാമിൽ. ക്ലിൻഡോ അല്ലേ? അപ്പം എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് മേഖലയിലോട്ട് വരാനുണ്ടായിരുന്ന ഒരു താല്പര്യം? ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന സമയത്ത് തന്നെ എനിക്കൊരു ബിസിനസ് പാഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴേക്ക് എൻ്റെ മെയിൻ ഉദ്ദേശം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പം ഭൂരിഭാഗം ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും എന്തെങ്കിലും തുടങ്ങണം എന്നേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലും അതായത് എൻ്റെ കൂട്ടുകാരുടെ മനസ്സിലൊക്കെ തോന്നിയൊരു ഐഡിയ, ഞാൻ UK നിലവിലുള്ള ഒരു വ്യക്തിയോടായിട്ട് സംസാരിച്ചിട്ട് മൂപ്പര് മുഖേന ഞങ്ങൾ ഈ ഒരു ഷോപ്പിൻ്റെ തുടക്കം രൂപീകരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് തുടങ്ങിയതല്ല. ഞങ്ങളുടെ കയ്യിൽ അന്ന് ഒരു എമൗണ്ടോ പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിലവിൽ നമ്മളിങ്ങനെ ഇവിടെ നോർമലി റെസ്റ്റോറൻറ്റിലെ ഡിഷ് വാഷിങ് അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്ട്രീറ്റുകൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് തപ്പി നടന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവുള്ളത് ഞാൻ കണ്ടത്. കാരണം മുമ്പ് ഒരാളോട് സംസാരിച്ചായിരുന്നു, കാരണം അയാൾ UK ഒരാളായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് വേണം. ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പേരിൽ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. നമുക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ UK നിലവിൽ ഇവിടെ ഒന്നെങ്കിൽ PSW ഉള്ളവരോ അല്ലെങ്കിൽ വിസ ഉള്ളവരോ ആളായിരിക്കണം. അപ്പോൾ മൂപ്പരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായി. മൂപ്പര് നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ മൂപ്പരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ആശയമുണ്ട്, അതിൽ മൂപ്പർക്ക് ഒരു ആശയമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെ ആശയം കലാശിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ ക്ലിൻഡോയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ നിരവധി ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അവരൊക്കെ വിശ്വാസമില്ലായിരുന്നു ഇത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. അപ്പോൾ ഞാനും ക്ലിൻഡോയും കൂടിയും ഞാൻ ക്ലിൻഡോനോട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ക്ലിൻഡോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിനക്ക് ധൈര്യം ഉണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലിൻഡോ പറഞ്ഞു നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ മൂപ്പരുമായിട്ട് ഡിസ്കഷൻ ഇരുന്നു, ക്ലിൻഡോയും കൂട്ടി. ആ ഡിസ്കഷനിൽ ഇരുന്നപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടി ഞങ്ങളുടെ ഐഡിയ ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. 3 പേർക്ക് കൂടി. ഷോപ്പ് കണ്ടെത്തലായിരുന്നു നമ്മുടെ മെയിൻ പ്രശ്നം. അതായത് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പ് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് ഇവിടെ ഈ ഒരു പോർഷനിൽ ഞങ്ങൾ ഇരിക്കും. ഇതായിരുന്നു ഇതിൻ്റെ ഇവിടെ ലാൻഡ് ലോഡ് ഉണ്ട്, ഒരു പാകിസ്ഥാനികാരനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഷോപ്പ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ അയാളുടെ ബാക്കിൽ നടന്ന് ഒരു 2-3 മാസം ഞങ്ങൾ നടന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ഷോപ്പ് തരാമെന്ന് അയാൾ പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങളുടെ റെസിപ്പി ഞങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അതുണ്ടാക്കി ഭയങ്കര ഒരു കഥയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ 2 പേർക്കും സപ്പോർട്ടില്ല, വേറെ ആരുമില്ല. അപ്പം മൂപ്പരക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് ഇച്ചിരി പാചകം ചെയ്യാനറിയാം. ഞാനൊരു ഷെഫ് എന്ന് പറയാനൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഞാൻ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞാനൊരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ റെസിപ്പി ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത്, അടുത്തുള്ള ആൾക്കാർക്ക് കൊടുത്തു, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വിതരണം ചെയ്തു. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഷവർമ ഉണ്ടാക്കുന്ന മെഷീൻ നമുക്ക് വീട്ടിലില്ല, വീട്ടിലൊരു മെഷീന് പിടിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു കമ്പി ഉണ്ട്, നമ്മളെ ഈ കൺസ്ട്രക്ഷൻ്റെ കമ്പി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ TMT കമ്പി. ആ കമ്പി എടുത്ത് വന്നിട്ട് നന്നായി കേകി. പിന്നെ അവിടെ നിന്ന് തന്നെ ഇഷ്ടിക ഉണ്ട്, ചെറിയ ഇവിടെ നാട്ടിലെ പോലെ ബ്രിക്സ് ഉണ്ട് അവിടെ. ആ ബ്രിക്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട്, എനിക്ക് വീഡിയോസൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളതിങ്ങനെ വെച്ച് അതിങ്ങനെ കോർത്ത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് അത് ഞങ്ങൾ 2 കൈ അപ്പുറത്ത് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് അതിൻ്റെ രുചി കിട്ടി. അങ്ങനെ സംഭവം എങ്ങനെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ആൾക്കാർക്ക് വിതരണം ചെയ്തു. അൽഹംദുലില്ലാ ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഭയങ്കര ചെറുതായി പോകും. ആക്ച്വലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അന്ന് ഞാൻ ഒരു 3 മണിക്ക് പണിക്ക് പോകും. എൻ്റെ ഒരു കഷ്ടപ്പാട് ഞാൻ പറഞ്ഞത്, 3 മണിക്ക് ഞാൻ പണിക്ക് പോയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ 11:30 വരെ പണി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും. ക്ലിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു അവനെ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെടുന്ന. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ കൂടെ നീ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ വരാൻ നിലവിൽ അവന് ജോലിയുണ്ട്. അപ്പോൾ പറഞ്ഞു ആ ജോലി നീ വിടാമോ ചോദിച്ചു. അപ്പോൾ UK വന്നിട്ട് ഒരാൾ ജോലി വിട്ടിട്ട് എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഭയങ്കര സംഭവം എനിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ വിടാം, അവൻ വിടാമെന്ന് പറഞ്ഞു. അവൻ ജോലി വിട്ടു.
അവന് വേണ്ടിയിട്ട് ഞാൻ ജോലിക്കും പോയി, ഞാൻ ഷോപ്പിൽ നിന്ന് പണിയെടുക്കാൻ തുടങ്ങി. അവന് അല്ലാത്ത സമയത്ത് ഷോപ്പിൽ നിന്നു. അന്ന് ഞങ്ങൾക്ക് ഈ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വെറും മൗത്ത് പബ്ലിസിറ്റിയിലാണ് കട മുന്നോട്ട് പോയത്. ആൾക്കാരോട് ഞങ്ങൾ വന്ന് ആദ്യത്തെ ഒരു 2 മാസം ഞങ്ങൾ ഷവർമ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ഭയങ്കര നഷ്ടമായിരുന്നു. പിന്നീട് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അറിയില്ല, ആൾക്കാർ പിന്നീട് ഇടിച്ച് കയറാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നല്ല കച്ചവടം വരാൻ തുടങ്ങി. ഇത് ഇന്നലെ തുടങ്ങിയ കടയുടെ വീഡിയോ ഇന്ന് വന്ന് എടുക്കണല്ല കേട്ടോ. ഈ കട തുടങ്ങിയിട്ട് 2 വർഷമായിട്ടോ. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് വന്ന കാലത്ത് തന്നെ നിങ്ങൾ ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തു അല്ലേ? അതെ അതെ. അപ്പോൾ ഇത് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് തുടക്കം ഉണ്ടായിരുന്നു, ഒരു ഫണ്ട്, ഒരു മൂലധനം എന്തായിരുന്നു? ഞങ്ങളുടെ കയ്യിൽ ഞാൻ UK വന്ന് ഒരു 40 പൗണ്ട് കൊണ്ടിട്ടാണ്. അത്രയും പൈസ ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഞാനിവിടെ നിന്ന റെൻറ്റ്, നിന്ന വീടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് കൊടുക്കാൻ തന്നെ വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ വീട് റെൻറ്റ് കൊടുക്കുന്ന അയാളായിട്ടാണ് ഞാൻ പിന്നെ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. കാരണം ഞാൻ നിൽക്കുന്ന ആ ഒരു ലാൻഡ് ലോഡ് മൂപ്പരായിരുന്നു എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. മൂപ്പര് മുഖേനയാണ് ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് എത്തുന്നത്. പുള്ളി ഏത് നാട്ടുകാരനാണോ? മൂപ്പര് മലയാളിയാണ്, പക്ഷേ ആക്ച്വലി ഇവിടെ മൂപ്പരെ വൈഫൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. അപ്പം അങ്ങനെ മൂപ്പരോട് അങ്ങനെയാണ് ഞാൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. ബെട്ടൻ എൻ്റെ ഷെയ്ബിൻ എൻ്റെ നാട്ടിലേക്ക് ഞങ്ങളൊന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് ഉയരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ബാക്ക് സപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ വരണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ അതിൽ ചെയ്ത് കൊടുത്തു. ഓന് ചെയ്യാനുള്ള നാട്ടിൽ നിന്നും ചെയ്തു, അവനും കയറിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടി ഇത് ലൈക്ക് അവനതിൻ്റെ കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അവനത് നോക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 പേര് കൂടി പിന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ വൈഫ് ഉണ്ട് അവിടെ, അവളും ഓൾറെഡി ഇതിലുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അവളും ഇതിൻ്റെ ആദ്യം തൊട്ടേ ഉണ്ട്. അവൾ പണിക്ക് പോയിട്ട് വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ എടുക്കും. അങ്ങനെ ഞങ്ങൾ 4 പേര് ഡെവലപ്പ് ചെയ്തു. പിന്നെ മൂപ്പരെ കാര്യങ്ങൾ നോക്കി. മൂപ്പര് തുടങ്ങി വെച്ചിട്ട് പിന്നെ മൂപ്പര് പോയി. പിന്നെ ഫുള്ള് നമ്മളെ തന്നെ ഏറ്റെടുത്തു. പിന്നെ ഒരു അറ്റ് എ ടൈം നമ്മളെ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞപ്പം കമ്പനിയൊക്കെ നമ്മുടെ പേരിലേക്ക് തന്നെ ആക്കി. ഇപ്പോൾ ഫുള്ളി ഓണേഡായിട്ട് നമ്മൾ തന്നെ ആയി, ഞാനും ഇവനെല്ലാവരും ആയി. ലൈക്ക് അങ്ങനെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾക്ക് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ചുരുക്കിപ്പോകും, ഭയങ്കര കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാണ് ശരിക്കും റെസ്റ്റോറൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. സാധ്യം പറഞ്ഞാൽ എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് അബീസ് ബ്രോ റെസ്റ്റോറൻറ്റ്. അവർ 3ാമത്തെ ഡയലോഗ് അവർ ചോദിക്കണം, ബ്രോ നമുക്ക് വിസ കിട്ടുമെന്നാണ് റെസ്റ്റോറൻറ്റിന്. പക്ഷേ ഇതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയോണ്ട് തന്നെ ഇതിലൊരു വിജയം കണ്ടു എന്നുള്ളതാണ് കാര്യം. ഇവർക്ക് ഈ ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഇവർക്കുടെ അടുത്ത ഫ്രാഞ്ചൈസി വന്നു. ഇനി ഇവർക്കുടെ 2 ഫുഡ് ട്രക്ക് ഓൺ ദ വേ ആണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവർക്കുടെ ജസ്റ്റ് കിച്ചണിലോട്ട് പോയിട്ട് ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിൻറ്റോ ബ്രോ. നമസ്കാരം. എങ്ങനെ പോകണം കച്ചവടം കാര്യങ്ങളെല്ലാം? കുഴപ്പമില്ല അല്ലേ? പിന്നെ ബിസിനസ്സിനെ പറ്റി നിങ്ങളുടെ പാർട്ണർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ബ്രോന് എന്താണ് പറയാനുള്ളത്? പറയാൻ പിന്നാലെ നടന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇല്ല ബ്രോ, അങ്ങോട്ട് നോക്കിക്കൊന്നും സീനില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നേ വരെ സത്യം പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോയില്ല. കാര്യം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാര്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവരൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ചെറിയൊരു ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് പോകണമെന്നാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. കാര്യം എല്ലാവരുടെയും വിചാരമുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണെന്നൊരു പരിപാടിയാണ്. ഓക്കെ, പക്ഷേ ഇത് എളുപ്പമല്ല. കാര്യം എനിക്കിപ്പോൾ പറയാനുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പും പിന്നെ മൂപ്പര് എന്ത് പറഞ്ഞാലും മച്ചാൻ അതിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിസിനസ്സിൽ വേണ്ടതും അതാണെന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായ കാര്യം. ലൈക്ക് ഒരു 2-3 മന്ത്സ് നമുക്കങ്ങനെ സെയിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ റമദാൻ്റെ പെരുന്നാളില്ലേ ആ ടൈമായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഒരു സ്റ്റോർ തന്നായിരുന്നു. ആ സ്റ്റോറിലാണ് നമ്മൾ ആദ്യമായിട്ട് സെയിൽ നടത്തിയത്. നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് നമുക്ക് സ്റ്റോർ കിട്ടുമായിരുന്നു? അത് അവരായിട്ട് ഇങ്ങോട്ട് വന്നതാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3ാമത്തെ ആൾ. ജസ്റ്റ് ഒന്ന് പേര് പറയാം. ഷെയ്ബിൻ. ഞാൻ മലപ്പുറം മഞ്ചേരി നിന്നാണ്. ഞാൻ ഷാമിലിൻ്റെ ചെറുപ്പം മുതൽ ഞങ്ങൾ LKG മുതൽ ഒരുമിച്ചാണല്ലേ? എങ്ങനെയുണ്ട് ഇതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മളിപ്പം സ്റ്റാർട്ടിങ് മുതലേ ഞാൻ ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. ഇപ്പോൾ നമ്മളൊരു 3 kg വന്ന് തുടങ്ങിയാണ്. ഇപ്പോൾ 30 kg വരെ എത്തി. മാഷാഅല്ലാ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് എന്താണ് കഴിക്കാൻ തന്നെ? അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഷവർമ തന്നെയാണ് സ്പെഷ്യൽ. പിന്നെ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഡഡ് ഫ്രൈസ് അല്ലേ? ഓക്കെ, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പം ഇതാണ് ഈ 3 പേരാണ്. ഇനി മൂപ്പർക്കട വൈഫുണ്ട്. മൂപ്പർക്കട വൈഫ് ഇപ്പോൾ ഡ്യൂട്ടിക്കാണ്. അത് കഴിയുമ്പോൾ ഇവിടെ ഇനി ലാസ്റ്റ് ഒരു ഹെൽപ്പിനും കാര്യത്തിനെല്ലാം വരും. അപ്പം ഇനി നമുക്ക് ഇവർക്കിടെ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം. ഇവർക്കിടെ തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്.
399 എന്ന് പറയുന്നത്. 399 ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഷവർമ തന്നെ. UK വന്നതിന് ശേഷം നമ്മളിപ്പം തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഷവർമ കഴിച്ചിട്ടുണ്ട്, പിന്നെ ലെബനീസ്, അങ്ങനെ കുറേ സ്ഥലത്തു നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും കുബൂസിൽ ഫില്ല് ചെയ്ത ഷവർമ ഞാൻ ഇവിടെ വന്നതിന് UK വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. നീ കടി